ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എത്തി 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളതേ കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഷിനാജും ഉമ്മായും കൂടെയാണ് പോകുന്നത്. എന്നെ വിളിക്കാൻ വേണ്ടി ഷിനാജ് നാത്തൂൻ്റെ വണ്ടിയായിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പർച്ചേസും കൂടെ കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് ഓർത്ത്. ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള ഒരു സാധനവും നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നല്ലോ. ജസ്റ്റ് നമ്മളന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴി ലുലുവിൽ കയറിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് 2-3 ഡ്രസ്സ് മാത്രമല്ലേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉമ്മായും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ അവിടെ നിന്നൊന്നും വാങ്ങാഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 2 മണിയായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഓരോരോ പണികൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ അലക്കാനും പിന്നെ പണിക്കാരും അതിൻ്റെയൊക്കെ തിരക്കായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് ഓർത്ത്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു 2 മണിയായപ്പോഴാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 2:45 ആയി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ വെള്ളം കുടിച്ച് ഞാൻ അങ്ങനെ എൻ്റെ വിശപ്പ് സഹിച്ചിരുന്നു. പെരിന്തൽമണ്ണ വരെ പോകാൻ കാര്യമൊന്നുമില്ല. മണ്ണാർക്കാട് അങ്ങനെ നല്ല ഷോപ്പൊന്നും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ പെരിന്തൽമണ്ണയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പോകാൻ പോണ ഷോപ്പിൽ നേരത്തെ കയറി പ്രൈസും കാര്യങ്ങളും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് കയറി ഫുള്ള് ചെക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ തന്നെയാണ് നമ്മളിത് ഇപ്പോഴും പോകുന്നത്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് അല്ലായിരുന്നു. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെ വാങ്ങണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. ബിരിയാണി കഴിക്കാൻ ചെറിയ മൂഡുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ ബിരിയാണി ഒഴിച്ച് ബാക്കി എല്ലാ ബിരിയാണിയും അവിടെ ഉണ്ടായിരുന്നു. അത്രയും സമയമായതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാക്ക് മീൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും മീൽസ് ആക്കി. ഷിനാജ് പിന്നെ സാലഡും പിന്നെ എന്തോ മട്ടൻ സൂപ്പൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് മതിയെന്നും പറഞ്ഞ്. പിന്നെ ഉമ്മാക്കും ഒരു മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി എല്ലാവരോടും. കാരണം അറിയാത്ത കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് അറിയാൻ പറ്റി. ഞാൻ ഓൾറെഡി ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ കണ്ടപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായി. കുറച്ചധികം സാധനം കൂടെ ഞാൻ ലിസ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അത്രയും സമയം മെനക്കെടുത്ത് നിങ്ങൾ കമൻറ്റ്സ് ഇട്ടല്ല, അതിന് തന്നെ ഒരുപാട് താങ്ക്സ് എല്ലാവരോടും. അപ്പം എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായി കേട്ടോ നിങ്ങളുടെ കമൻറ്റ്സ്. പിന്നെ ഞാനാണെങ്കിലും എൻ്റെ ഡെലിവറി കഴിഞ്ഞ 2-3 ഫ്രണ്ട്സിനോട് പല തവണയായിട്ട് ഓരോന്നും ഇങ്ങനെ ചോദിച്ച് പലവട്ടം റിപ്പീറ്റായിട്ട് ചോദിച്ച് അത്രയും ഉറപ്പ് വരുത്തി അത്രയും നല്ല സാധനമാണ്, നമുക്ക് ഉപകാരപ്പെടും എന്ന് വരുന്ന സാധനങ്ങളാണ് കൂടുതലും ഞാൻ ലിസ്റ്റിലോട്ട് കയറ്റിയത്. കാരണം കണ്ണി കണ്ട കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. പിന്നെ അത് നമുക്ക് ഉപകാരപ്പെടുക വേണം. പിന്നീട് നമുക്ക് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡും ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ ഫുള്ള് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ ഷിനാജിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല. എന്നോട് പറഞ്ഞു നീ വേണ്ട സാധനങ്ങളൊക്കെ നല്ലതൊക്കെ നോക്കി ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ ഉമ്മ ആണെങ്കിലും ഉമ്മാക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല. കാരണം പഴയ ആൾക്കാരല്ലേ അവരൊക്കെ. അപ്പോൾ ഉമ്മാക്കും പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. ഉമ്മാക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ തന്നെ, കൊട്ട, ബക്കറ്റ്, കപ്പ്, പിന്നെ ഫ്ലാസ്ക്, തൂക്കുപാത്രം, അതിനെയൊക്കെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പേര് എനിക്ക് ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. സെപ്റ്റംബർ 27-നാണ് ഡേറ്റ് ഇട്ട് തന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഞാൻ 31 ആഴ്ച റണ്ണിങ് ആണ്. വീഡിയോ വരുമ്പം എൻ്റെ വീക്സ് കുറച്ചുകൂടെ അങ്ങോട്ട് നീളും. അപ്പം 31 വീക്സിലാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടെല്ലാം വാങ്ങിച്ചാൽ മതിയാന്ന് ഇങ്ങനൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു 35 ആഴ്ചയൊക്കെ ആകുമ്പോൾ വാങ്ങിച്ചാൽ മതിയെന്ന്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏത് സമയവും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചാൽ നമുക്ക് അത്രയും ആശ്വാസത്തോടെ ഇരിക്കാമല്ലോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മഴയാണ് കേട്ടോ. എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും മഴയാണ്. 5 മിനിറ്റ് ഇടവിട്ട് മഴയാണ്. ഈ സാധനങ്ങളൊക്കെ കഴുകി നമുക്ക് ഉണക്കി എടുക്കണമെങ്കിൽ തന്നെ ഒരു 3-4 ദിവസം എടുക്കും. അങ്ങനെ പിന്നെ പോയി വാങ്ങാമെന്നോർത്ത് പോയി വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഷിനാജിൻ്റെ റഷ്യൻ സലാഡാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ സലാഡ്. കുറേ ഫ്രൂട്ട്സും ചിക്കനും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉമ്മാൻ്റെ ചോറും മീൻ പൊരിച്ചതൊക്കെ വന്ന്. ഷിനാജിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തോ, നിങ്ങൾക്ക് വിശക്കും, ഈ ഒരു സാലഡ് കൊണ്ട് നിൽക്കത്തില്ല. എന്നാൽ പിന്നെ എടുത്തോണ്ട് വേണ്ടടി എനിക്ക് സാലഡ് മതിയെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മനസ്സിലായി സാലഡ് കൊണ്ട് നിൽക്കത്തില്ല. അങ്ങനെ ഒരു അൽഫാമും പൊറോട്ടയും കൂടെ ഷിനാജ് എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ നേരത്തെ ഷോപ്പിലേക്ക് വന്നിട്ട് ക്രിബീസിലാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ തന്നെയാണ് ആ കടയുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ നിനക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളാന്ന് ആരും കമൻറ്റിൽ ചോദിക്കരുത്. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പേജിൽ നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നതായിരുന്നു. പെട്ടെന്നാണ് ഇതിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നത്. അതുകൊണ്ട് ഇനി സ്റ്റോക്ക് ഉണ്ടാകുന്ന ആരും ചോദിക്കേണ്ട. കുറേ പേര് ഇതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ.
ലിങ്കൊന്നും ഇല്ല. അങ്ങനെ അത് ആദ്യം തന്നെ കൊട്ടയാണ് കേട്ടോ നോക്കുന്നത്. അപ്പം ഒരുപാടില്ല, 1-2 കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഗ്രേ കളറാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഷിനാജിനും ഉമ്മാക്കും ഉമ്മ ഇപ്പോൾ എടുക്കുന്നില്ലേ ആ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ്. അപ്പം എന്നാൽ പിന്നെ അത് തന്നെ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ആ ഒരു കൊട്ടയാട്ടോ നമ്മൾ എടുത്തത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കൊട്ടയിൽ തന്നെ ക്ലോത്തിൻ്റെ കവറിങ് വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് പൊതുവേ അത്ര ഇഷ്ടമല്ല അങ്ങനത്തെ കൊട്ട. അതുകൊണ്ടാണ് ഞാൻ നോർമൽ എടുത്തത്. ഈ ഒരു ഷോപ്പിലാണെങ്കിൽ എന്തൊക്കെയോ ഒരു പാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ള് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. ഇനിയിപ്പോൾ ഈ നടന്ന് പോകുന്നത് നെറ്റ് ബെഡില്ലേ അതിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണല്ലോ. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ കൂടുതലും വൈറ്റ് കളറിൽ വരുന്നതായിരുന്നു. ഉമ്മ പറഞ്ഞ് കുറച്ചുകൂടെ ഡാർക്ക് കളർ എടുത്താൽ പോരെ, കുഞ്ഞ് അപ്പിട്ടാലൊക്കെ കളറ് അതിൽ പെട്ടെന്ന് അറിയത്തില്ല എന്നുള്ളത്. പക്ഷേ ഡാർക്ക് കളറൊന്നും ഒരു ഭംഗിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഡാർക്കായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കളറാണ് തോന്നിയത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. വേറെയും 1-2 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. മെറ്റീരിയലും നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. മറ്റേലുണ്ട് തലങ്ങണി, എല്ലാത്തിലും ഉണ്ട് തലങ്ങണി. ആ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോസ്കിറ്റോ ബെഡിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ട് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ വൈറ്റും പിന്നെ ഓഫ് വൈറ്റ് കളറും ആയിരുന്നു. പിന്നെ ഒരുപാടൊന്നും നോക്കാൻ നിന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിൻറ്റ് ഞാൻ എടുത്ത് ഉമ്മാനോട് ഷിനാജിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് തന്നെ ഫിക്സ് ചെയ്ത്. ഇതിൻ്റെ ഇടക്കാണെങ്കിൽ എൻ്റെ ഫോൺ എനിക്ക് ചെറിയൊരു പണി തന്നു കേട്ടോ. സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ ഡിലീറ്റ് ആക്കും, പിന്നെ വീഡിയോ എടുക്കും, പിന്നെ സ്റ്റോറേജ് ഫുള്ളാവും, അങ്ങനത്തെ പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ ഫോണുമായിട്ട് ഷിനാജിനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് സ്റ്റോറേജ് നിങ്ങൾ ഉണ്ടാക്കാം, എന്നാലേ ഇപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഷിനാജ് കുറേ ഇരുന്ന് ഡിലീറ്റ് ആക്കിയിട്ടാണ് ഒന്ന് സ്പേസ് കിട്ടിയത്. പിന്നെ ഡ്രൈ ഷീറ്റ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സാധനമൊക്കെ ഓൺലൈനായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാമല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഷിനാജും ഉമ്മയൊക്കെ പറഞ്ഞു എന്തായാലും വാങ്ങുമല്ലേ, എല്ലാ സാധനവും ഇവിടുന്ന് തന്നെ വാങ്ങിച്ചോളാൻ പറഞ്ഞു. കാരണം നമുക്ക് ഡെലിവറി എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ ഗൈസ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെലിവറിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അഡ്മിറ്റ് ആയിരിക്കുന്നത്, ഡേറ്റ് ആയിട്ടില്ലല്ലോ, ചെറിയൊരു പെയിനായിട്ട് വന്നതാണ്. അപ്പം ചെറിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനാണെങ്കിലും ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് സാധനങ്ങളൊക്കെ നേരത്തെ പോയി വാങ്ങിച്ചത്, വളരെ നന്നായെന്ന് തോന്നുവാണ്. എനിക്ക് പ്രൊമോഷൻ ബേസിൽ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിലില്ലാത്ത സാധനങ്ങളാണ് കൂടുതലും നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നത്. പിന്നെ അതിൽ എല്ലാം ഒരു പീസ് അങ്ങനെയുള്ളൂ. പക്ഷെ നമുക്ക് ഒരു പീസ് തികയത്തില്ലല്ലോ. ഇനിയിപ്പം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് പോയി വാങ്ങാനൊന്നും അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പം ഏറെക്കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാമെന്ന് ഓർത്ത്. അപ്പം ക്യാപ്പ് വരുന്ന ടർക്കിയാണ് കേട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ക്യാപ്പ് വരുന്ന ടർക്കി ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ക്യാപ്പുള്ള ടർക്കി അത്യാവശ്യമാണ് ഇവരെ റാപ്പ് ചെയ്ത് കിടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന കേട്ടോ ഞാൻ ഈ മസ്ലിൻ ക്ലോത്തിൽ വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എന്തൊരു സുഖമാണെന്ന് അറിയാം, തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഞാൻ ഈ കണ്ണുകൊണ്ട് ഗോസ്റ്റ് കാണിക്കുന്ന ഷിനാജിനോടാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ട്, കൊള്ളാവോ, ഇത് എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഷിനാജിന് രസം കൊണ്ട് അത് എടുത്തോളാൻ പറഞ്ഞ്. ഇതിനെ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാനാണ് കേട്ടോ അതിൽ എക്സ്ട്രാ ഒരു ഇങ്ങനെ വള്ളി കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്ത സാധനം ഏതാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ ഏത് പ്രിൻ്റാണ് ഏത് കളറാണ് എടുത്തതെന്ന് കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ഇടുന്നുണ്ട് ഇൻഷാ അല്ലാ, അതിനൊക്കെ പറ്റട്ടെ. അപ്പോൾ അതിലെന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ കുട്ടിയുടുപ്പല്ല ഉടുപ്പ് ഞാൻ ഒരുപാട് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. കുട്ടിയുടുപ്പ് ഈ കെട്ട് വരുന്ന ഉടുപ്പില്ലേ അതൊരു 4 ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊമോഷൻ ബേസിൽ അതിലൊരു 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കിട്ടിയത് കുറച്ച് വലുതാണ്, നമുക്ക് ന്യൂ ബോൺ സൈസ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കെട്ടുടുപ്പ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള സാധനമാണല്ലോ. അവർക്ക് ജനിച്ച് കഴിയുമ്പം ഈ കെട്ടുടുപ്പാണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രിൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ നോർമൽ വൈറ്റിൽ വരുന്ന 2 പിന്നെ കുഞ്ഞു ഡോട്ട് വരുന്ന 2 ആട്ടോ എടുത്തത്. അതേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, തീർന്നിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ എടുത്ത കെട്ടുടുപ്പ് സാധാ കോട്ടൺ മെറ്റീരിയലാണെന്ന് തോന്നുന്നു കേട്ടോ, മസ്ലിൻ ക്ലോത്ത് അല്ല ഞാൻ എടുത്തത്. കാരണം എനിക്ക് കിട്ടിയതിൽ മസ്ലിൻ ക്ലോത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നോർമൽ കോട്ടണിൽ വരുന്നതാണ് എടുത്തത്. ഇനി അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് മിറ്റൻസ്, ക്യാപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതും മസ്റ്റ് ഹാവാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് കയ്യിൽ നല്ല നഖം കാണും, അപ്പോൾ മുഖത്ത് മാന്താനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇവർ അത്രയും ചൂടുന്ന് പുറത്തേക്ക് വരുമ്പം അവർക്ക് നല്ല ഈ ക്ലൈമറ്റ് ഒന്ന് സെറ്റാണെങ്കിൽ മിറ്റൻസും ക്യാപ്പും ഒക്കെ കയ്യിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ എടുത്ത്. പിന്നെ കോട്ടൻ്റെ കുറച്ച് കുഞ്ഞി ടർക്കികളുണ്ടല്ലോ, ഫേസ് ടവല്,
അത് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സെറ്റ് 6 വരുന്നത്. ഷിനാജ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ പ്രിൻസിൽ വരുന്ന എടുത്തിട്ട് കാണിച്ചിട്ട് ഇത് കൊള്ളാമെന്ന് ഉമ്മാനോട് ഷിനാജിനോട് ചോദിച്ചിട്ട് അങ്ങനെ സെലക്റ്റീവാണ്. നല്ല നല്ല ഒരുപാട് പ്രിൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ആ ഒരു സെക്ഷനിൽ നിന്ന് അതും എടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായി കേട്ടോ. കാരണം നമുക്ക് അവിടെ കിടന്നൊരു കൺഫ്യൂഷൻ അടിക്കേണ്ടി വന്നില്ല. ആ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോരോ സാധനങ്ങൾ അങ്ങനെ എടുക്കുമായിരുന്നു. ഇത് പിന്നെ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന സ്വാഡിൽസ് ആണ്. അതൊക്കെ ഓൾറെഡി എനിക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു നോക്കിയപ്പോഴത്തേക്കും, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഇവർക്ക് തലയിരാനുള്ള ചീപ്പും അങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് വാങ്ങാമെന്ന് ഓർത്ത് ആ സെക്ഷനിലോട്ട് നോക്കിയില്ല. പിന്നെ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടതാണ് ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ. ഉമ്മാക്ക് നടുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് ഉമ്മ ഒരു സൈഡിൽ മാറിയിരുന്ന കേട്ടോ. പിന്നെ ഈ ഫീഡിംഗ് ബോട്ടിൽ ഏതാണ് നല്ല ബ്രാൻഡ് എന്നൊക്കെ ഓൾറെഡി ഞാൻ നോക്കി വെച്ചത് കൊണ്ട് ഞാൻ നോക്കി വെച്ച ആ ബ്രാൻഡ് തന്നെ കേട്ടോ വാങ്ങിച്ചത്. ഫിലിപ്സ് 70ൻ്റെ കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തത്. പിന്നെ സോപ്പ്, മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ അങ്ങനത്തെയൊക്കെ വേണമല്ലോ. ഈ ഒരു സാധനം ഓൺലൈനിലും വീഡിയോസിലൊക്കെ നോക്കി ഏത് ബ്രാൻഡാണ് വാങ്ങേണ്ടതെന്ന് സെലക്ട് ചെയ്യാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഏറ്റവും കൂടുതൽ ChatGPT-നോടാണ് ഞാൻ ചാറ്റ് ചെയ്ത് ചോദിച്ച് ഏതാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ അതിലവർ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് സെറ്റാഫിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോഷനാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ സെബാമെഡിൻ്റെ സോപ്പും അവീനോട് മോയ്സ്ചറൈസറും എടുത്തത്. 3 നല്ല ബ്രാൻഡാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഇനി 1-2 റോംബറും കൂടെ വേണം. അപ്പോൾ അത് താഴെയാണ്. അപ്പോൾ താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത്. കാരണം നടന്നിട്ട് എനിക്ക് ചെറിയ കാലുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നിട്ട് 2 റോംബറും കൂടെ എടുക്കാമെന്ന് ഓർത്ത്. അതും മസ്റ്റ് ഹാവാന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഫുള്ളി കിടക്കുന്ന റോംബറാണ് കേട്ടോ എടുത്ത്. ക്യാപ്പ് വരുന്നത് എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ക്യാപ്പ് ഇല്ലാത്ത മോഡലാണ് എടുത്തത്. ന്യൂ ബോൺ സൈസിൻ്റെ അവിടെ നിന്ന് തന്നെ 2 റോംബറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിനാജ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷിനാജിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ബേബീസിനെ കാണാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സാണ് കേട്ടോ നോക്കുന്നത്. ട്വിൻസാണ്. അപ്പം രണ്ടും ഒരേപോലത്തെ ഫ്രോക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇതാണ് നമ്മൾ ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഷിനാജിൻ്റെ കയ്യിലിരുന്ന ആ റെഡാണ് ഷിനാജിന് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ സൈസ് ഇല്ലാത്തത് കൊണ്ട്, കാരണം രണ്ടും നമുക്ക് ഒരേ സൈസിൽ കിട്ടണമല്ലോ. സൈസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് കളർ ഫ്രോക്കാണ് കേട്ടോ. അതിന് തന്നെ മാച്ചായിട്ട് എടുത്തതാണ് ഈ ഒരു ഹെയർ ബാൻഡ് സോക്സും. പക്ഷേ അത് ന്യൂ ബോൺ സൈസ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് വെച്ചേട്ടാ. നമുക്കൊരു 9 മന്തിൻ്റെ പ്രായത്തിലുള്ള ഡ്രസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം തന്നെ വേണമല്ലോ ഷോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് വെച്ച്. പിന്നെ ഈ ഒരു ചെരുപ്പ് നോക്കി, അതും സൈസ് 3 months ആണ്. അതും അങ്ങനെ തിരിച്ച് വെച്ച്. പിന്നെ ആ ഡ്രസ്സിന് ചേരുന്ന വേറെ ഹെയർ ബാൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ തന്നെ എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ട് വെച്ച് തന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോയത്. നെസ്റ്റോയിൽ പോയത് ഫ്ലാസ്ക്, പിന്നെ ഇതേപോലത്തെ ട്രോളി ബാഗ്, അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പം ട്രോളി ബാഗിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതും കൂടെ എടുക്കാമെന്ന് ഓർത്ത്. കാരണം നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനം കേട്ടോ ഇത്. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോകണമെങ്കിലും ആരുടെ അടുത്തുനിന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മസ്റ്റ് ഹാവ് ആണല്ലോ ഈ ഒരു ട്രോളി ബാഗ്. പിന്നെ അത്യാവശ്യം നല്ല ഓഫറിൽ കണ്ടപ്പോൾ ഒരെണ്ണം എടുക്കാമെന്ന് ഓർത്ത്. അങ്ങനെ ഏതാണ് നല്ലതെന്ന് ഷിനാജ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഷിനാജിൻ്റെ കയ്യിലിരിക്കുന്നത് ബ്ലാങ്കറ്റാണ് കേട്ടോ, പുതക്കാനുള്ള. ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചാണ്. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു. നല്ല ബുദ്ധിമുട്ടി, സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതാണ് അതൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ബാഗ് നമ്മൾ കുറേ നോക്കിയിട്ട് ഷിനാജിനൊരു കൺഫ്യൂഷൻ ഏത് എടുക്കണമെന്നുള്ളത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട 2 ഞാൻ കാണിച്ചു കൊടുത്തു. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് ഉമ്മായും കാണിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് 1 സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രോളി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആ സെയിം തന്നെ 1-2 ട്രോളി ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടായിരുന്നു കേട്ടോ. ഒരിടക്ക് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളതിനെക്കാട്ട് റേറ്റ് കൂടുതലായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. അപ്പം ഓർഡർ ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങളത് അവിടെ തന്നെ ഇട്ട്. അങ്ങനെയാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറവിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു 2700 എന്തോ ഉള്ളായിരുന്നു കേട്ടോ ഇതിന്. നല്ല റേറ്റ് കുറവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 3 വർഷത്തെ വാറൻറ്റി ഉണ്ടായിരുന്നു. ഷിനാജ് ഇപ്പോൾ ഈ തൊട്ടുകൊണ്ട് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടല്ലേ, അതാണ് ഷിനാജിന് കുറച്ച് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കുറേ തിരച്ചിലിന് ശേഷം അപ്പുറത്തിരിക്കുന്ന ആ ഡാർക്ക് ചോക്ലേറ്റ് കളറിൽ അത് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ച്. ഷിനാജ് പറഞ്ഞ് ഈ കളർ എടുത്താൽ പെട്ടെന്ന് അഴുക്കായ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മളെടുത്തത്. അത്യാവശ്യം നല്ല വീതിയും വലിപ്പമൊക്കെ. പിന്നെ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കി ഒന്നും കൂടെ കൺഫേം ആയിട്ട് ഷിനാജ് പിന്നെ എന്ത് സാധനം വാങ്ങിച്ചാലും A to Z കാര്യം നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ചാടിക്കേറി ഒരു സാധനം എടുക്കുന്ന ആളൊന്നും അല്ല. അതുകൊണ്ട് നല്ലപോലെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അവിടെ കണ്ടൊരു കസേര ഉണ്ടപ്പോൾ ഞാൻ കയറിയിരുന്നു. കാരണം എനിക്ക് കാല് കിഴക്കാൻ തുടങ്ങി വീണ്ടും. അങ്ങനെ അവിടുന്ന് ബില്ലാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ മസാജ് ചെയ്യുന്ന ഈ ഒരു സംഭവം കണ്ടത്. അപ്പം ഷിനാജും ഉമ്മയും കൂടെ അതിൽ കയറി. എനിക്ക് പിന്നെ ഇതിൽ കയറാൻ പറ്റത്തില്ലല്ലോ. കാണുമ്പോൾ കയറാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. കാരണം നല്ല സുഖമാണ് ഇതിൽ മസാജ് ചെയ്യുമ്പം. ശരീരത്തിന് അത്രയും ഒരു റിലാക്സേഷനാണ്. പക്ഷേ എനിക്ക് ഈ ടൈമിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കയറി. ഞാൻ അവിടെ മാറി അവരെയും വായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഹൈപ്പറിൽ വന്നിട്ട് ചായയും കടിയും കഴിക്കാൻ ഓർത്ത്. ചായയുടെ സമയമായല്ലോ. അപ്പം കോഫിയും ഉള്ളിവടയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്
അതിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ ഓടി വരുന്നത്. എന്നേക്കാൾ കൂടുതൽ ഷിനാജിനെ ആയിരിക്കും ഈ പിള്ളേർക്കൊക്കെ പരിചയവും. കാരണം വീഡിയോയിൽ ഞാനിങ്ങനെ ഷിനാജ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുമല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് കുറച്ച് കുറിക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ഐറ്റം കേക്കും പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഫ്ലാസ്ക് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിൻ്റെ പുതിയ തരാൻ പറ പാക്കിലത് സ്റ്റാഫിനോട് ചോദിച്ചാൽ വേണ്ട ഇയാളോട് ചോദിച്ചാൽ അതിൻ്റെ തന്നെയാണ് ആ കവർ. പക്ഷേ റേറ്റ് വാങ്ങിക്കാം. ഇതിലെന്തുവാ മിൽട്ടൻ്റെ അതിലെ കുറച്ചുകൂടെ നല്ല ബ്രാൻഡ്. അങ്ങനെ ഫ്ലാസ്കും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൽ വാങ്ങാത്തത് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, മെറ്റേണിറ്റി പാഡ്, പാൻറ്റീസ്, ഓപ്പൺ മാക്സി അതൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അത് നമ്മൾ കയറിയ കടയിൽ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് വേറെ വാങ്ങാമെന്ന് വിചാരിച്ച് ഏറെക്കുറെ ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പോകാമെന്ന് ഓർത്ത് അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ പെട്ടി തുറന്നിട്ട് അതിലോട്ട് ഇടുക. കാരണം കൊണ്ടടക്കാൻ എളുപ്പമാണല്ലോ. പെട്ടി എന്തായാലും നമ്മളിങ്ങനെ താങ്ങി പിടിച്ച് നടക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ അതിലോട്ട് ഇട്ടാൽ അങ്ങനെ കൊണ്ടടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അതിലേക്ക് പിറക്കിയിട്ട് നമ്മൾ വണ്ടി കയറി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. എന്തായാലും ചെറിയതിൻ്റെ കാറുള്ളത് ഭയങ്കര ഹെൽപ്പായി കേട്ടോ. ഉമ്മാക്കും കൂടെ വരാൻ പറ്റി. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.